ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തോ 2011 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തൊട്ടടുത്ത വർഷം ഏതാണെന്ന്. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 2011 വർഷം എടുത്തെഴുതുക. എന്നിട്ട് ഇതിനെ 4 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പം I4 20 എഴുതിയിട്ട് താത്തിറക്കണ്ടുള്ള സംഖ്യ വലുതാണ് 11 കൊണ്ട് മുകളിൽ നമ്മളൊരു 0 കൊടുത്തിട്ട് 4 2 8 നമ്മൾ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ശിഷ്ടം എത്ര വന്നു? 3. ഇതിൽ നമ്മൾ ഈ തൊട്ടടുത്ത വർഷം കണ്ടുപിടിക്കുന്നത് ശിഷ്ടം വെച്ചിട്ടാണ്. നമ്മൾ ഹരിക്കുന്ന സംഖ്യയുടെ ശിഷ്ടമായിട്ട് 0 വരികയാണെങ്കിൽ, ശിഷ്ടം 0 ആവുകയാണെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന വർഷത്തോട് 28 എന്ന സംഖ്യയാണ് കൂട്ടേണ്ടത്. ഇനി ശിഷ്ടം നമുക്ക് 1 കിട്ടുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോട് നമ്മൾ എന്ത് കൂട്ടണം? എത്രയാണ് കൂട്ടേണ്ടുള്ള സംഖ്യ എത്രയെന്ന് വെച്ചാൽ 6 വർഷമാണ് കൂട്ടേണ്ടുള്ളത്. ഇനി തന്നിരിക്കുന്ന ശിഷ്ടം 2 3 ആവുകയാണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോട് നമ്മൾ 11 കൂട്ടേണ്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എത്രയാണ്? 2011 ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ശിഷ്ടം കിട്ടിയത് 2011 വർഷം നമുക്ക് ഹരിച്ചപ്പോൾ കിട്ടിയ ശിഷ്ടം എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന സംഖ്യയാണ്. അതുകൊണ്ട് നമ്മളിവിടെ 3 എന്ന സംഖ്യ ശിഷ്ടം കിട്ടിയതുകൊണ്ട് നമ്മൾ 11 വർഷമാണ് കൂട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര എഴുതി? 2022. അപ്പം 2011 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന വർഷത്തിൻ്റെ ആൻസർ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ വർഷം 2022.